ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങളുടെ വിശ്വാസ ജീവിതം ബലപ്പെടാൻ, നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഈ നല്ല ഒരു അവസരം, നല്ല ഒരു ദിവസം, നല്ലൊരു സന്ദർഭം, ഇതിനെ ഓർത്ത് നിങ്ങളോടുകൂടെ ചേർന്ന് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതമാകെ മൊത്തം മാറ്റിമറിക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്, ടോപ്പിക്കാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ ദൈവം അത് തന്നിരിക്കുന്നത്. ഞാൻ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നിങ്ങളെ ഞാനത് അറിയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പെന്നും ബുക്കും അല്ലെങ്കിൽ പേപ്പറും നിങ്ങൾ എടുത്തോണം. അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന, എസ്പെഷ്യലി അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേട്ടിരിക്കേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ മീറ്റിംഗ് വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ 2 നേരം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതായത് 2 നേരവും നമുക്ക് മീറ്റിംഗ് നടക്കുന്നു. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമാകുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ ഈ ചാനലിൽ കിടപ്പുണ്ട്. ഓരോന്നോരോന്നായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലും പ്രത്യേക സമയത്തെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുകയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ആമോസിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ആ 8-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എന്നെ കർത്താവ് ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ ദൈവം നോക്കുമ്പോൾ അവന്റെ ഫോക്കസ് ദൈവത്തിൽ നിന്നും തെറ്റിപ്പോകുന്നു. അവന്റെ അന്വേഷണങ്ങൾ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്ന് ദൈവത്തിന് തോന്നുന്ന ഒരനുഭവം വന്നു പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ഈ വാക്യം വായിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ്. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ദൈവത്തിന്റെ നാമത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം അല്പം പോലും കുറഞ്ഞു പോകുന്നില്ല. ഒരു വ്യക്തി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് അവന്റെ നാമം ആയിരിക്കുന്ന പൂർണ്ണമാകുന്ന വലിപ്പത്തിൽ നിന്ന് അല്പം പോലും മുമ്പോട്ട് പോകുന്നുമില്ല. ഒരു വ്യക്തി ദൈവത്തെ മറന്ന് മറ്റൊരു ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുകയോ നാളിന് പ്രാധാന്യം കൊടുക്കുകയോ സമയത്തിന് പ്രാധാന്യം കൊടുക്കുകയോ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞ് അവന്റെ പൂർണ്ണ വലിപ്പത്തിൽ നിന്ന് ദൈവത്തിന്റെ നാമം കുറയുന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വ്യക്തമായി പഠിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പൂർണ്ണമാകുന്ന അറ്റൻഷൻ, ഒരു മനുഷ്യന്റെ പൂർണ്ണമാകുന്ന ഡെഡിക്കേഷൻ, ഒരു മനുഷ്യന്റെ പൂർണ്ണമാകുന്ന ഫോക്കസ്, ഒരു മനുഷ്യന്റെ പൂർണ്ണമാകുന്ന ഫെയ്ത്ത്, അത് ദൈവത്തിലാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഗുഡ് സ്പിരിറ്റും ഉണ്ട്, ബാഡ് സ്പിരിറ്റും ഉണ്ട്. നല്ല ആത്മാവും ഉണ്ട്, ചീത്ത ആത്മാവും ഉണ്ട്. നമ്മൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ അതിനെ സാത്താൻ എന്നും ദൈവം എന്നും വിളിക്കും. സംശയമില്ല, ഞാൻ ഈ പറഞ്ഞൊരു വാക്കിന് സംശയമില്ല. അത് ശാസ്ത്രം അതിനെ നെഗറ്റീവ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു, നമ്മൾ അതിനെ ബൈബിൾ പരമായിട്ട് പൈശാചിക ശക്തികൾ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. ഈ പറയുന്ന നെഗറ്റീവ് സ്പിരിറ്റിന്
അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു എൻട്രി ഉണ്ടാകുന്നത് ലീഗലി അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും അവന്റെ ജീവിതം ശാപതുല്യമായി തീരുന്നതും, ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ്ഫുൾ ആയി തീരുന്നതും, അവന്റെ ജീവിതം ഒരു അട്ടർ ഫെയിലിയർ ആയി മാറുന്നതിന്റെയും ഒക്കെ പിന്നിൽ ഒരു മനുഷ്യന്റെ ബിലീവ് സിസ്റ്റം ഒരു ഭയങ്കരമാകുന്ന പങ്ക് വഹിക്കുന്നുണ്ട്. എനിക്കിപ്പോ നിങ്ങളോട് ഈ മെസ്സേജ് പറയാൻ ഒരേ സമയം പല ഘടകങ്ങൾ ആവശ്യമാണ്. അതിൽ ഏറ്റവും വലുതാണ് അഭിഷേകം എന്നത്. ഒരു സംശയമില്ലാതെ പറയാം, അഭിഷേകം എന്നത്. ഒരിക്കലും എനിക്കൊരു വായിച്ചു പഠിച്ചതിൻ്റെതോ അല്ലെങ്കിൽ കുറച്ച് പ്രാഗൽഭ്യം ഉള്ളതിൻ്റെയോ പേരിൽ എനിക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനം നിങ്ങളോട് എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. പ്ലസ് എനിക്ക് അഭിഷേകം കൊണ്ട് മാത്രവും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ്, എനിക്ക് എന്നിൽ ഒരു വിശ്വാസം വേണം. സെക്കൻഡ്, എനിക്ക് പൂർണ്ണമായും എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസം വേണം. തേർഡ് വൺ, എനിക്ക് ദൈവത്തിന്റെ അഭിഷേകം വേണം. ഇതിനകത്ത് ഈ മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് നിങ്ങളോട് ഈ ക്യാമറ ഫോക്കസ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ ആ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് മാറി ഒന്ന് ചിന്തിച്ചാൽ, ഒരു അത്ലറ്റിന്റെ കാര്യം എടുത്താൽ, അത്ലറ്റിന് കോച്ചിങ് ഉണ്ട്, അത്ലറ്റിന് പാഷൻ ഉണ്ട്, അത്ലറ്റിന് നല്ലൊരു കോച്ചുണ്ട്, അത്ലറ്റിന് ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴിവിൽ തന്നെ ഒരു വിശ്വാസമില്ല. അദ്ദേഹത്തിന്റെ കാലിബറിൽ, അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എപ്പോഴും ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നോക്കി, അദ്ദേഹത്തെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. താങ്കളെ ദൈവം വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹവും അതുപോലൊരു കാലിബറും അതുപോലൊരു കഴിവും സുഹൃത്തെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്പർ 2, ദൈവത്തെ കവിഞ്ഞ് മറ്റൊന്നിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പണ്ട് എനിക്കുള്ള ഒരു ശീലമായിരുന്നു, ചില ദിവസങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യുക, ചില സമയങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യുക, ചില ദിവസങ്ങൾക്ക് പ്രത്യേകമാകുന്ന പ്രാധാന്യം കൊടുക്കുക. ഞാൻ ഇതിനൊന്നും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ല. ദൈവം എന്നെ അതിനൊന്നും അല്ല വിളിച്ചേക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ ടീച്ച് ചെയ്യാൻ ഒരുപക്ഷെ ഇതിനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. ഞാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഞാൻ മറ്റൊന്നിനെയും ക്രിട്ടിസൈസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്കറിയാം. ഞാൻ ഒരു മതവിഭാഗത്തെയോ ഒരു പ്രത്യേക വ്യക്തിത്വങ്ങൾ ഒന്നും ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. എന്നെ അതിനല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. എന്നെ കുറവുകളോടെ ദൈവം വിളിച്ച് ദൈവത്തിന്റെ ഫേവറിൽ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവവചനം പറയുന്നത് എന്താണെന്നുള്ളത് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചാനലിനെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്. അവർക്കായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അതിനപ്പുറമായി മറ്റൊരു ഉദ്ദേശവും ഈ വീഡിയോ കൊണ്ടില്ല. ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന തകർച്ച കൊണ്ട് ദൈവത്തോട് ഒത്തിരി ചോദ്യം ചെയ്ത ഇയ്യോബിനോട് യഹോവയായ ദൈവം ചോദിച്ചൊരു കൂട്ടം ചോദ്യങ്ങൾക്കകത്ത് നക്ഷത്ര മണ്ഡലങ്ങളിലേക്ക് കയറി, ഗ്രഹങ്ങളിലേക്ക് കയറി ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? ഈ ലോകത്തിൽ ഇതൊന്നും ഇല്ലെന്നല്ല, ഈ ലോകത്തിൽ ഗ്രഹങ്ങളില്ലെന്നല്ല, നക്ഷത്രങ്ങളില്ലെന്നല്ല, നക്ഷത്ര മണ്ഡലങ്ങളില്ലെന്നല്ല, സൂര്യനില്ലെന്നല്ല, ചന്ദ്രനില്ലെന്നല്ല വചനം പറയുന്നത്.
ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഫോഴ്സുമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്ന. പക്ഷേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തെ ഈ പറയുന്നതൊന്നും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിൽ അവനെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. കാരണം ജോബ് പറഞ്ഞു, എന്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, എന്റെ ജനന ദിവസം ഇല്ലാതായി പോകട്ടെ, അത് നശിച്ചു പോകട്ടെ, ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. നിങ്ങൾ ജനിച്ചത് ഒരു ദോഷ സമയത്താണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ജനിച്ചത് തന്നെ ശാപവും കൊണ്ടാണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങൾ ജനിച്ച ദിവസം അഴുക്ക ദിവസമാണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച നക്ഷത്രം അതൊരു മോശം നക്ഷത്രമാണെന്ന് നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടില്ല. ഒരു മനുഷ്യന്റെയും ഇഷ്ടത്തിൽ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ വന്നിട്ടില്ല. ഏതൊരു മനുഷ്യന്റെയും ജനനത്തിന്റെ പിന്നിൽ ഒരു ദൈവകരം ഉണ്ട്. ഏതൊരു മനുഷ്യന്റെയും ജനനത്തിന്റെ പിന്നിൽ ഒരു ദൈവിക ഇഷ്ടവും ഒരു ദൈവിക ഇടപെടലും ഉണ്ട്. ഹല്ലേലൂയ. കാരണം സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് ദൈവത്തെയാണ്. സകലത്തെയും ഈ ഭൂമിയിൽ ഉളവാക്കുവാൻ തക്കവണ്ണം ഇന്നും അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ വചനം തന്നെ ഇയ്യോബിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ സപ്തർഷി, മകയിരം, കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും ഉണ്ടാക്കുന്നു. ദൈവത്തിലെ ഈ ഭൂമിയിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവകാശമാണ്. ആമേൻ. ക്രിയേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവകാശമാണ്. ഒരു സൃഷ്ടിക്കും താങ്കളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതായത് തിരുവെഴുത്ത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നേ, സ്തോത്രം, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഈ ഭൂമിയിൽ പോയിസൺ എന്ന് പറയുന്നത് ഒന്നിനെ നശിപ്പിക്കാനാണെങ്കിൽ, നശിപ്പിച്ചാൽ നശിച്ചു പോകുന്ന മനുഷ്യൻ അവൻ ദൈവിക തെരഞ്ഞെടുപ്പുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ മരണകരമായിട്ടുള്ളത് കുടിച്ചാൽ പോലും ആ വിഷം നിർവീര്യമായി പോകും. നിങ്ങളുടെ തലമുറകൾ ഗതി പിടിക്കാത്തതിന്റെ കാരണം നിങ്ങൾ ഒരു ദിവസത്തിന് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ലീഗലി സാത്താൻ ഒരു അവകാശം കൊടുക്കുകയാണ്. ഒരു ലീഗൽ എൻട്രി ഒരു പൈശാചിക ശക്തിക്ക് അല്ലെങ്കിൽ ഒരു ദുരാത്മാവിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യനെ സാത്താനും ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യനെ ദൈവവും ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സാത്താൻ ഒരു വ്യക്തിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചാൻസ് കാണുന്ന പക്ഷം അവൻ വിത്തിൻ മൈക്രോ സെക്കൻഡ് അവൻ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ ലീഗലി നമ്മൾ വിശ്വാസത്തിലൂടെ, കേൾവിയിലൂടെ, ചിന്തകളിലൂടെ, ധാരണകളിലൂടെ സാത്താൻ തുറന്നിട്ട് കൊടുത്ത, ലീഗലി അവൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത ഡോർസ് എല്ലാം തന്നെ ഒരു മനുഷ്യൻ ക്ലോസ് ചെയ്താലാണ് അവന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത്. നമ്മൾ പലരും ദൈവത്തെ കുറ്റം പറയുന്നവരാണ്. ഞാൻ ഫാസ്റ്റ് ചെയ്തിട്ടുള്ളതുപോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ഫാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വരെ നമ്മൾ പറയാറുള്ള വ്യക്തികളാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതുപോലെ ഈ വിഷയത്തിന് വേറെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയാറുള്ള വ്യക്തിയാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലെല്ലാം ഒരു നീതിയുണ്ട്. ദൈവത്തിൻ്റെതായിട്ടുള്ള ന്യായമുണ്ട്, നീതിയുണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങൾ ന്യായം വിട്ട് എന്തെങ്കിലും ചെയ്യുമോ? നിങ്ങൾ നീതി വിട്ട് എന്തെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ബാങ്കിൽ 1000 രൂപ നിങ്ങൾ വായ്പ വാങ്ങി, പലിശ ഉൾപ്പെടെ 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി ക്ലോസ് ചെയ്യാൻ ചെന്നപ്പോൾ പറയുകയാണ്, നിങ്ങൾ 2500 രൂപയായിട്ട് അടച്ചാലേ വായ്പ ക്ലോസ് ചെയ്ത് NOC തരത്തുള്ളൂ. നിങ്ങൾ അവിടെ ശബ്ദിക്കുമോ? നിങ്ങൾ മിണ്ടാതെ ആ പൈസയും കൊടുത്തിട്ട് വരുമോ? ഇല്ല. അപ്പൊ നിങ്ങളോട് വ്യക്തിക്ക് നിങ്ങൾ എന്തിനാ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? ന്യായമായും ഞാൻ ഇയാൾക്ക് പലിശ ഉൾപ്പെടെ 1500 രൂപയെ കൊടുക്കാനുള്ളൂ. പക്ഷെ ഞാൻ ക്ലോസ് ചെയ്യാൻ വന്നപ്പോൾ പറയാണ് 2500 രൂപയായിട്ട് അടയ്ക്കണമെന്ന്. ഇതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ? നമ്മൾ വീര്യം കൊള്ളും. ഇതുപോലെ തന്നെയാണ് നീതിയും ന്യായവും ദൈവത്തിനുമുണ്ട്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം ന്യായമായിട്ടാണ്, നീതിയോടുകൂടെയാണ്. അവൻ അനീതിയുള്ള ദൈവമല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ
നാം അതിനൊരു ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ കർത്താവ് 6 ദിവസം ഭൂമിയിൽ പ്രവർത്തിച്ചു. ഒന്നാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെ വായിക്കും: ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പൊ കർത്താവ് തിങ്കളാഴ്ച ദൈവം വർക്ക് ആരംഭിക്കുകയാണ്. വീണ്ടും 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വരുമ്പോൾ ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ദൈവം 2-ാമത്തെ ദിവസവും അധ്വാനിച്ചു. വീണ്ടും 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ദൈവത്തിന്റെ അടുത്ത ക്രിയേഷൻ നടത്തി 3-ാം ദിവസവും കണ്ടിന്യൂസ്ലി കർത്താവ് വർക്ക് ചെയ്യുന്നു. 4-ാം ദിവസത്തിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ഇതിനകത്ത് ഒരു ദിവസം കൊള്ളത്തില്ലെന്നോ, ഒരു ദിവസം ഏറെ നല്ലതാണെന്നോ, ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നല്ലതെന്നോ പറഞ്ഞ് കർത്താവ് എവിടെയും നിഷ്ക്രിയനായി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സുഹൃത്തേ, ഇതെല്ലാം മടിയന്മാരുടെ മുടന്തൻ ന്യായങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പ്രവർത്തിക്കാൻ ഈ ഭൂമിയിലേക്ക് നമ്മളെ കർത്താവ് അയച്ചപ്പോൾ അതിന് ഒരു ദിവസം കൊള്ളത്തില്ലെന്നോ, ഒരു ദിവസം മോശമെന്നോ, ഒരു ദിവസം ഭാഗികമായി നല്ലതെന്നോ അല്ല. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം: താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം. താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം എന്ന് വിശുദ്ധ വചനം പറയുമ്പോൾ ഇതേ ഉൽപ്പത്തി പുസ്തകം തന്നെ പറയുന്നു, അവൻ ചെയ്തത് സകലതും നല്ലത് എന്ന് ദൈവം കണ്ടു. നമ്മൾ ഏതെങ്കിലും ഒന്നിനെ, ഏതെങ്കിലും ഒരു ദിവസത്തെ, ഏതെങ്കിലും ഒരു ക്രിയേഷനെ, ഏതെങ്കിലും ഒരു ദൈവം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് ഇതത്ര പോരാ എന്ന് പറഞ്ഞാൽ അത് ആ ദിവസത്തെ അല്ല, അത് ആ സമയത്തെ അല്ല, അത് ഉണ്ടാക്കിയ ദൈവത്തിന് നേരെയാണ് നമ്മൾ അത് പറയുന്നത്. നിങ്ങൾ ജനിച്ച ദിവസത്തെ കുറിച്ച് അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ അത് ആ ദൈവത്തെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇങ്ങനെ താഴേക്ക് വായിച്ച് നമ്മൾ വരുന്ന സമയത്ത് താൻ 1-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം വരുമ്പോൾ താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലത് എന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. കർത്താവ് 6 ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ സൃഷ്ടിപ്പുകൾ ചെയ്തു. വേദപുസ്തകം പറയുന്നു, അവൻ ഉണ്ടാക്കിയത് എല്ലാറ്റിനെയും നോക്കി എത്രയും നല്ലത് എന്ന് കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ആ വാക്ക് പറയാൻ പറ്റണം. എത്രയും നല്ലത് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഇന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്നു, നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു. ഇത് എത്രയും നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഇത് ആവറേജ് ആണെന്നല്ല. ഇത് നിങ്ങൾ എത്രയും നല്ലതെന്ന് പറയുമ്പോൾ ദീപു പാസ്റ്റർ അല്ല ഉയരുന്നത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തന്ന ദൈവമാണ് ഉയരുന്നത്. ആമേൻ. എന്നാൽ ഇതൊരു ആവറേജ് ആണെന്ന് പറയുമ്പോൾ ദീപു പാസ്റ്റർ അല്ല ചെറുതാകുന്നത്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തന്ന ദൈവം. സ്തോത്രം. സോ നമ്മൾ എത്രയും നല്ലത് എന്ന് കണ്ട ദൈവം, എത്രയും നല്ലത് എന്ന് കണ്ട ദൈവത്തോടു കൂടെ ചേർന്ന് നമുക്ക് പറയാൻ കഴിയണം. ഞാൻ ബ്രീഫ് ചെയ്യുകയാണ്. സുഹൃത്തെ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് കാർത്തികയെ ചങ്ങലയ്ക്ക് ബന്ധിക്കാൻ കഴിയും. എങ്ങനെയെന്നറിയാമോ? എന്റെ വിശ്വാസത്തെ പ്രതി ദൈവം അത് ചെയ്യും. മകയിരത്തെ നമുക്ക് തടയുവാൻ കഴിയണമെങ്കിൽ അത് ഡയറക്ട്ലി കയറി ചെന്നൊന്നും പറയാൻ പറ്റുകയോ ചെയ്യാൻ പറ്റുകയല്ല. ഭൂമിയിൽ വിശ്വസിക്കുന്ന 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ യൂണിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദിവസങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തിരിക്കാൻ കഴിയും. ഏലിയാവ് പറഞ്ഞപ്പോൾ 3 ആണ്ടും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. എന്നാൽ അതേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൈപ്പത്തി പോലെ മേഘം പൊങ്ങി വന്നു, ഭൂമിയിലെങ്ങും ഭൂമിയിലുള്ള സകലത്തിന്മേലും മഴ കൊണ്ട് നനഞ്ഞുവെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. നോക്കുക, ആകാശത്തിന്റെ സിസ്റ്റം പോലും, മേഘങ്ങളിലെ പ്രോസസ് പോലും ഒരു ഭക്തന്റെ പ്രവചന ശബ്ദത്തിന്, പ്രാർത്ഥനയ്ക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ
അതേ ഏലിയാവിന്റെ പുറത്ത് ഓടിയ രക്തവും ആത്മാവും തന്നെയാണ് നമ്മുടെ ഉള്ളത്തിൽ. ഏലിയാവിന്റെ പുറത്ത് പച്ചരക്തം അല്ല ഓടിയത്, നമ്മുടെ പുറത്ത് ഓടുന്ന പോലത്തെ ബ്ലഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പുറത്ത് ഓടിയത്. ഏലിയാവിന്റെ മേലിരുന്ന അതേ ആത്മാവ് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലും പകർന്നിരിക്കുന്നത്. അതേ നമുക്ക് നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സമയത്ത് പെയ്യാതിരിക്കുന്ന മഴയെയും എല്ലാം തന്നെ ചേഞ്ച് ചെയ്യാൻ, കാലങ്ങളെ ചേഞ്ച് ചെയ്യാൻ, സമയങ്ങളെ ചേഞ്ച് ചെയ്യാൻ, ദിവസങ്ങളെ ചേഞ്ച് ചെയ്യാൻ കർത്താവിന്റെ ആത്മാവ് നമുക്കൊരു പ്രത്യേക അധികാരം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ 6 ദിവസവും ഒരു ദിവസത്തെ പോലും വിധിക്കാതെ, ഒരു ദിവസത്തെ പോലും കുറ്റം പറയാതെ, വളരെ അനുസരണയോടുകൂടെ ആ ദിവസങ്ങളെ തന്നെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട്, വില കൽപ്പിച്ചുകൊണ്ട്, സമയങ്ങളെ വില കൽപ്പിച്ചു, അതിലൊരു സെക്കൻഡ് പോലും കർത്താവ് വെറുതെ ഇരുന്നില്ല. സമയങ്ങളെ വില കൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാതെ, കാരണം 7-ാം ദിവസം പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കാതെ കർത്താവ് അധ്വാനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ സമയവും വിലയുള്ള സമയമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സമയം വെറുതെ കളയരുത്, നിങ്ങൾ അവസരങ്ങൾ വെറുതെ കളയരുത്, നിങ്ങൾ ബന്ധങ്ങൾ വെറുതെ കളയരുത്. നിങ്ങൾ ദൈവത്തോടുകൂടെ ചേരുക, നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായി മാറുക, നല്ലൊരു പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക്കുക, നല്ലൊരു മനസ്സിനുടമയാകുക, നല്ലൊരു വ്യക്തിത്വത്തിനുടമയാകുക, നല്ല സ്വഭാവമുള്ളവരാകുക, എപ്പോഴും പോസിറ്റീവായ ഒരു മെന്റാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക, ദൈവവചനത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വളരുക, ജീവിക്കുക, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിത്വങ്ങളായി തീരുക, സൽസ്വഭാവികളായി വളരുക. പിശാചിന് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ലീഗലി നിങ്ങൾ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സാത്താന് ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് വിശ്വാസങ്ങളായിട്ടോ മറ്റേതെങ്കിലും രീതിയിലായിട്ടോ ദൈവഹിതമല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെല്ലുകയോ അന്വേഷിക്കുകയോ ചോദിക്കുകയോ മനസ്സിലാക്കുകയോ വാങ്ങുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എല്ലാ ഡോറുകളും നിങ്ങൾ വിശ്വാസത്തോടെ ക്ലോസ് ചെയ്യുക. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുക. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ ബ്ലസ് ചെയ്യാൻ കഴിയും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ പ്ലന്റി ആയിട്ട് ബ്ലസ് ചെയ്യും. നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയി മാറും. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പർ ഉണ്ടാകും. ഇതെല്ലാം നാം ദൈവത്തെ വിശ്വസിക്കുകയും കർത്താവിന്റെ കൂടെ ചേർന്ന് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങളാണ്. യഹോവയുടെ അനുഗ്രഹമോ സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നു. മോനെ, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട. സമ്പത്തുണ്ടാക്കാൻ ദൈവത്തോട് കൂടെ ചേരുക. ദൈവം ആക്കി വെച്ചിരിക്കുന്ന ജോലി, അത് ചെറിയ ജോലിയാകട്ടെ വലിയ ജോലിയാകട്ടെ, അതൊരു ചെറിയ പൊസിഷൻ ആകട്ടെ വലിയ പൊസിഷൻ ആകട്ടെ, അതൊരു അറ്റൻഡർ ആകട്ടെ, സ്വീപ്പർ ആകട്ടെ, അതൊരു മാനേജിംഗ് ഡയറക്ടർ ആകട്ടെ, എന്ത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ഞാൻ മിനിസ്ട്രി ചെയ്യുന്നെങ്കിൽ ഞാൻ മിനിസ്ട്രിയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കട്ടെ. ഞാൻ ജോലി ചെയ്യുന്നെങ്കിൽ ഞാൻ ജോലിയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കട്ടെ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ബന്ധങ്ങൾ, ഫിനാൻസ്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചർച്ചിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങളിൽ എല്ലാം, അത് ചെറിയതാകട്ടെ വലുതാകട്ടെ, നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ അനുഗ്രഹത്തെ ഒരിടവും ബ്ലോക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഒന്നിനെയും നിങ്ങളുടെ നന്മകളെ തൊടാൻ അനുവദിക്കത്തില്ല. ആ നിലവാരത്തിൽ ഒരു നല്ലൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ. ദൈവത്തെക്കാൾ വലുതായി മറ്റൊന്നിനും ഒരു ദിവസങ്ങൾക്കാകട്ടെ സമയത്തിനാകട്ടെ വില കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ വിശ്വാസം പോലെ തന്നെ നമ്മുടെ വിശ്വാസം ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ സാത്താൻ അത് പറഞ്ഞു വാദിക്കും. എന്നാൽ ദൈവവചന പ്രകാരം, കാരണം നമ്മളൊരു ദിവസത്തിന് വാല്യൂ കൊടുക്കുകയാണ്, ഒരു സമയത്തിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളൊരു ഐഡിയൽ വർഷിപ്പറായി മാറുകയാണ്. നമ്മളൊരു വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആ ദിവസം നമ്മുടെ വിഗ്രഹമാണ്, ആ സമയം നമ്മുടെ വിഗ്രഹമാണ്. അതുണ്ടാക്കിയ ദൈവത്തെ നാം റെസ്പെക്ട് ചെയ്യുന്നതുമില്ല. സോ ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദിവസത്തിന് വാല്യൂ കൂട്ടിക്കൊടുക്കുകയോ, നിങ്ങൾ ദിവസത്തെ വില കൽപ്പിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു. ദിവസത്തിന് വില കൽപ്പിക്കണം, പക്ഷെ ദൈവത്തെക്കാൾ അധികമായി വില കൽപ്പിക്കരുത്. സമയത്തിന് വില കൊടുക്കണം, പക്ഷെ ദൈവത്തെക്കാൾ അധികമായി അരുത്. ഒരു കാര്യം നടക്കാൻ വേണ്ടി ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് നിങ്ങൾ കരുതരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റണം. ഇപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ,
ഞാൻ ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന ഓരോ വ്യൂവേഴ്സിന്റെ മേലും ദൈവിക കരുണ ഇപ്പോൾ പകരപ്പെടട്ടെ. ആരെങ്കിലും ആ നിലവാരത്തിൽ അപ്പച്ചാ ഞങ്ങൾ ഏതെങ്കിലും ദിവസത്തിന് സമയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുപോയി അങ്ങേക്കാൾ അധികമായി അതിനൊക്കെ വിശ്വസിച്ചു പോയെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ആ വിശ്വാസത്തിനകത്തുള്ള എല്ലാ കറയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറി ഞങ്ങൾ ശുദ്ധിയുള്ളവരായി തീരട്ടെ. ഞാൻ ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നിലകളിലും ഇവർ മാനിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചാട്ടെ. ദൈവം നിങ്ങളെ എല്ലാ നിലവാരങ്ങളിലും മാനിക്കും, അനുഗ്രഹിക്കും. ഒപ്പം മറക്കരുത്, ഞങ്ങളുടെ ചർച്ചിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയും കൂടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ചർച്ചിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെ അതിനാൽ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ഗോഡ് ബ്ലസ് യു.